അങ്ങനെ ഞങ്ങള് ഏറൊക്കെ പഠിച്ചു കേട്ടോ. ഇവിടെ കരുത്ത് തെളിയിച്ചു. പാറക്കുലിൽ നിന്ന് ഇനി നമ്മള് എടുക്ക പോവാ. ഇനി നമ്മള് കടലിൽ പോലെ ഇനി കടലിൽ പോയിട്ട് നമ്മൾ എറിഞ്ഞു പഠിക്കാൻ വരുന്നതാണ് ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മണ്ണയ്യ മല്ലയ്യ ഇവിടെ നമ്മളിത് എറിഞ്ഞു പഠിക്കുന്നു ഇൻഷാ അല്ലാ. അജറിന എന്റെ അറിവ് വെച്ച് ഇതെന്താ കരുതിയത്? ബാഗിക്ക് മേത്തേക്ക് കട്ടിയാല് പരിക്കന്നെയാണ്. ആ സാധനം കഴിക്കണ്ടേ? രണ്ട് കൈ വെച്ചോ? അങ്ങനെ മതി. അങ്ങനെ നമ്മൾ ഒരു ആറ്റ് നോറ്റൊരു ചൂണ്ടൽ വാങ്ങിയതാട്ടോ. അത് വാങ്ങിയിട്ട് കുറച്ചായി. പിന്നെ നമ്മൾക്ക് ഇതുവരെ അത് ഇടാൻ പോകാനൊരു സമയം കിട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ഒന്ന് പഠിക്കാനുണ്ടെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് സമയം കിട്ടാതെ. നമ്മൾക്ക് പെട്ടെന്ന് പോണ മാതിരി പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ എറിഞ്ഞ് പഠിക്കാനൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനും വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താട്ടി ആദ്യം നമ്മൾ പിന്നെ റാക്കിൻ്റെ മേലെ വെച്ചിരുന്നത് ഇത് അതെടുത്ത് പുറത്തേക്ക് എടുത്ത് കാണ്ടേ പിന്നെ അയിമെന്ന് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കാണ്ട് ഓരോന്ന് പഠിക്കുകയാണ്. ചൂണ്ടൽ വാങ്ങിയിട്ട് കുറച്ചായിട്ടോ. ഈ ചൂണ്ടൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്, ചെറുപ്രായത്തിൽ നമുക്ക് ഇതിന് താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം കമ്പുണ്ടാകുമ്പോൾ വാങ്ങിയേക്കാണ്. അങ്ങനെ അതിന് പറ്റിയിട്ട് അരിയും വാങ്ങിയിട്ട് എറിഞ്ഞ് പഠിക്കണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ നിട്ട് വെക്കണമെങ്കിൽ ഏതാണ്ട് ഒരു ഫ്രോഗിനും വാങ്ങിയിട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലക്കൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകത അതിന് നമുക്ക് കടലിലേക്ക് പോകുമ്പോൾ ഇര മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ആ ക്ലിപ്പ് ഇങ്ങനെ ഒരു ഇരകൾ മാറ്റിയിടാൻ പറ്റും. അപ്പോൾ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വജ്ജ് കണ്ടപ്പോൾ ജനാലിൻ്റെ ഇത് തുറന്നു കണ്ട് അതിന്മേൽ എല്ലാം കുടുക്കിക്കാണ്ടേ ഒന്ന് വലിച്ചു നോക്കിയാണ്. വല്ല കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു ദമ്മിലൊക്കെ ഞാൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അതങ്ങനെ ഊരി വെച്ചു. അപ്പോൾ നമ്മളത് വലിച്ച് ദമ്മാക്കി കേട്ടോ. പിന്നെ നമ്മളൊരു ഫ്രോഗിനും വാങ്ങിയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞത് വാങ്ങാൻ പോയടുത്ത് പോയി കണ്ട് പറഞ്ഞു ഒരു ചേറാനും ബിലാലൊക്കെ ഉള്ള കിണറ്റിലിടാൻ പറ്റിയാണ്, കുളത്തിലിടാൻ പറ്റിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോറിയിലിടാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് വാങ്ങില്ലേ. നമുക്ക് ഇതിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും ചോദിച്ച് മനസ്സിലാക്കിക്കാണ്ട് അപ്പോൾ ഓൻ പറഞ്ഞു അതുണ്ടായിക്ക് പറഞ്ഞാണ്ട് അങ്ങനെ ഓൻ്റെ അടുത്ത് നിന്ന് ആരും വാങ്ങിക്കാണ്ട് പഠിക്കാന്നുള്ള കണ്ടീഷനിലാണ് ഇതൊക്കെ തട്ടി കൂട്ടുന്നത്. കാരണം നമുക്ക് ചൂണ്ടലിടാൻ വളരെയധികം കമ്പുണ്ട്, നമുക്ക് സമയങ്ങളും കിട്ടണില്ല, പിന്നെ അതിനെ പറ്റിയൊരു സ്പേസും കിട്ടണില്ല. പഠിക്കും വേണമെന്നാണ് മാതിരി ചൂണ്ടലിടാനും വേണം പഠിക്കുക. ഒരു ചൂണ്ടൽ നമ്മൾ വാങ്ങിയെന്നുള്ളതിനും അങ്ങനെ ഏതായാലും ക്ലിപ്പൊക്കെ ഒന്ന് ഊരിക്കണ്ട്. ക്ലിപ്പ് കുറച്ചൊക്കെ ദമ്മുണ്ട് കേട്ടോ. കാരണം 10 റുപ്യൻ്റെ കേസുള്ള ആ ക്ലിപ്പിന് ഇരക്ക് 160 റുപ്യ ഒരു ആൾക്ക്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ്. ഇതിന് കൂടിയത് ഓരോന്ന് ഐറ്റംസ് ഉണ്ട്. ഏതായാലും ഞാനതൊക്കെ പാടെ തട്ടിക്കൂട്ടിക്കാണ്ടേ ഒന്നിങ്ങനെ ആംഗ്യം കാണിച്ചു നോക്കാറ്. ഇപ്പോൾ പെരൻ്റെ ഇതിൽ തന്നെ കൊള്ളണില്ല. അപ്പോൾ ഒരു അടുക്കളയിലുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഇത് 2 പീസാക്കാൻ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി പാടുണ്ടാവും അത്. പക്ഷെ എന്നാലും അതിന് കൂട്ടിയപ്പോൾ നമുക്കതൊരു മെഷീനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ സംഗതി എല്ലാവരും അടിപൊളി ഒരു ചൂണ്ടലായി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ബാഗൊന്ന് തുന്നി വെച്ചു. കാരണം ഇപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ എടുക്കും ചോദിച്ചാൽ സ്റ്റാൻഡൊക്കെ ഇടാനുള്ള ബാഗിന് എൻ്റെ കയ്യൊന്ന് ഉടഞ്ഞിരുന്നു. അതിനൊക്കെ ശരിയായിക്കണ്ട്. ഏതായാലും ഇപ്പോൾ രാവിലെ ഒരു 6 മണി കഴിഞ്ഞൊരു 6:30 ഒക്കെ ആയിട്ടുള്ള സമയം. ഈ സമയത്താണ് ഇപ്പോൾ നമ്മളിത് ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്നേഹിതനെയും വിളിച്ചിട്ടുണ്ടോ. സ്നേഹിതനാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കണ്ടേ. സഫുവാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കണത്. കാരണം ഇത് എറിഞ്ഞു വെക്കാൻ ഓനും കമ്പക്കാരനാണ്, ഞാനും കമ്പക്കാരനാണ്, നമ്മളൊപ്പം നടക്കുന്നവരും കമ്പക്കാരാണ്, എല്ലാവരും കമ്പക്കാരാണ്. പക്ഷേ എല്ലാവർക്കും ഇത് സമയത്ത് കണ്ടു പറ്റണില്ല. അത് എറിയാനൊരു ഐഡിയ കിട്ടും വേണം. ഇനിയിപ്പോൾ അപ്പോൾ ഞാനെന്താ ഇന്നലെ രാത്രി തന്നെ രാവിലെ വണ്ടി എടുത്ത് പോയാന്നുള്ള കണ്ടീഷനിൽ വണ്ടിയുമൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചാൽ. അപ്പോൾ ഇനി പൂച്ച കടിച്ച് മുറിച്ചുണ്ടായിട്ട് നല്ലത് മറിച്ചിരുന്നു. അങ്ങനെ അതിലിപ്പോൾ വണ്ടി പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഗേറ്റ് ഇറക്കണമല്ലോ എഴുതി കണ്ടപ്പോൾ ആ ഗേറ്റ് തുറന്നു.
അല്ല മറ്റേ ഊഞ്ഞാൽ മുറ്റത്ത് ഊഞ്ഞാലുണ്ടായതുകൊണ്ട് ഊഞ്ഞാലിൻ്റെ ഓർമ്മ വരുന്നത്. നമ്മൾ വീഡിയോസൊക്കെ വരാൻ കുറച്ച് വൈകിയതൊക്കെ നമ്മളൊരു വീട് പണി ചെറുതായിട്ടൊന്നും ഇങ്ങനെ മിനുക്കി പണി എടുത്തു. അപ്പോൾ അതിൻ്റെതായിട്ടൊരു ഡിലേ വീഡിയോസിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ ചാനൽ യാത്ര ചാനലാണ്. അതിൽ ഇതേപോലെ ഞങ്ങളോരോ കാഴ്ചകളുണ്ടാവും. നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും കാണപ്പെടുന്ന കാളപൂട്ട് മത്സരങ്ങളുണ്ടാവും, അതുണ്ടാവും. പിന്നെ മലയോര പ്രദേശങ്ങൾ ഓരോ കാഴ്ചകൾ, അങ്ങനെ ചാനലിൽ മലപ്പുറത്തെ പല വേറിട്ട കാഴ്ചകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചാനൽ ഫസ്റ്റ് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഏതായാലും സ്നേഹനെ കാത്തിക്കണം അങ്ങനെ വരാൻ വേണ്ടിയിട്ട്. സംഗതി എത്തിയിട്ടോ, സംഗതി പോലെ ലീവിന് വന്നാണ് സഫും. ഇതിൻ്റെ ഒരു കമ്പക്കാരനാണ്. മൈക്ക് എടുക്കാൻ മാറുന്നതാണ് ഏറ്റവും വലിയ പാട്. നമുക്കിങ്ങനെ എറിയാൻ പറ്റിയ സ്ഥലത്തേക്ക് പോയി നോക്കണം. ഏതായാലും രാവിലെ തന്നെ ഈ സ്ഥലം കാഴ്ചയൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു വീട്ടെടുത്താണ് ഇങ്ങനെ പോയി. ഏതായാലും നമ്മളത് ഫസ്റ്റ് എറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കുമല്ലേ, നമ്മൾ കാണുന്ന സ്ഥലം നമുക്ക് അടിപൊളി കാഴ്ചയായി. നമ്മൾ എറിഞ്ഞു പഠിക്കാൻ വരുന്നതാണ് ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മണ്ണയ്യ ഇവിടെ നമ്മളിത് എറിഞ്ഞു പഠിക്കുന്നു ഇൻഷാ അല്ലാഹ്. നമുക്ക് എറിഞ്ഞു പഠിക്കാനുള്ള സംഭവം ഉണ്ട്. ഇത് വേണം, ഇവിടെ നമ്മൾ എറിഞ്ഞു പഠിക്കാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഇവിടെ ഉള്ള ഹലോ നമ്മളെ സെഫോണ് ഇതിന്റെ പിറകിൽ എറിഞ്ഞു പഠിക്കാനാണ് നമ്മളടുത്ത് ചൂണ്ടലുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കമ്പം പിടിപ്പിച്ചതോനാണ് ഇങ്ങോട്ട് ഇവിടെ എറിയാനാണ്ട്. സമയം മോർണിംഗ് 7 മണി. അതെ. അങ്ങനെ ഏതായാലും നമ്മളെ പിന്നെ സ്റ്റാൻഡൊക്കെ അവിടെ നിർത്തിക്കാണ്ട് അതിന്മേൽ ഫോണൊക്കെ വെച്ചുകാണ്ട് പിന്നെ നമ്മൾ ഏറും ഇത് പഠിച്ചാൽ നോക്കട്ടെ. നമുക്ക് പറ്റിയ അടിപൊളി സ്ഥലം തീമുറത്തോട്ടെ. നമ്മൾക്ക് ചൂണ്ടൽ എറിഞ്ഞ് പഠിച്ചാൽ നമ്മളൊരു നല്ലൊരു ചൂണ്ടലും വാങ്ങി അത് എറിഞ്ഞ് പഠിച്ചാൽ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ രാവിലെ തന്നെ നല്ലൊരു വൈബ് കാഴ്ചന്നതിന് നമുക്ക് മനസ്സുക്കും ഭയങ്കര ഒരു എനർജി ഉള്ള അങ്ങനത്തെ ഒരു ദിവസേനും കേട്ടോ. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ പണിക്ക് പോകുക, നമ്മളെ പരിപാടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈമൊക്കെ കണ്ടെത്തുമ്പോൾ വളരെയധികം സന്തോഷം, മനസ്സൊക്കെ ഭയങ്കര റാഹത്ത് തന്നെയാണ് കേട്ടോ. അതായത് പിന്നെ നമുക്കിത് ഇഷ്ടപ്പെട്ട ഒരു പണി, ഒരു ചൂണ്ടലിടാനുണ്ടെങ്കിൽ അതിന് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു സെറ്റപ്പും ഒക്കെ പാടും കിട്ടിയപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയി കേട്ടോ. എന്തായാലും അതിന്മേൽ കുറച്ച് കറക്കി തിരിച്ചാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊക്കെ നോക്കിക്കാണ്ടേ അതിന്മേൽ ഈ ഒരു ഐറ്റംസാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോഴും പഠിക്കാനുള്ളത് കണ്ടത് കേട്ടോ. ഈ ഒരു വിരലുമ്മൽ അങ്ങനെ കറക്റ്റ് ആക്കിക്കൊണ്ട് വെച്ചുകാണ്ട് പിന്നെ സിമ്പിളായിട്ട് ഒന്നുകൂടെ ലൂസാക്കിയാൽ മതി ആ എറിനടിയിൽ. അത്രേ ഉള്ളൂ ഇപ്പോൾ അതിന്മേൽ ചെയ്യേണ്ടത്. കാരണം അത് യൂട്യൂബിൽ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റയടിക്ക് ആ വിരൽ വെക്കുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയി കണ്ടാണ് അവിടെ നിന്ന് എറിഞ്ഞു നോക്കുന്നത്. ആ ഫസ്റ്റത്തെ ഏറൊന്നും ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ നമ്മൾ കരുതി പോലും ആയില്ല. പിന്നെ എന്നാലും അതിങ്ങനെ പോയി നമ്മൾ യൂട്യൂബിൽ കണ്ട് ഇവിടുന്ന് എറിഞ്ഞു നോക്കാതെ എറിയല്ലേ. രണ്ടാമത് അതൊന്നും എറിഞ്ഞില്ല, അതാണ് ഉഷാറായി കേട്ടോ. അപ്പോൾ അത് നമ്മൾ കരുതിയത് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടി. അതിൻ്റെ ഒരു ദമ്മ് നമ്മൾ എറിയുമ്പോഴും നമുക്കുണ്ടല്ലോ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിന് കിട്ടി. എന്താണ് ഇപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി കുളം ഒരു എറിഞ്ഞു പഠിച്ചാൻ പറ്റിയ സ്ഥലം തന്നെ തോന്നില്ല. ഇതിൻ്റെ കമ്പക്കാരാണെങ്കിലാണ് അതിൻ്റെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുമ്പോൾ ഫസ്റ്റൊക്കെ മീൻ നമുക്ക് ഒരു പ്രാവശ്യം ഒന്നും അടിച്ചാണ്ടല്ലോ, പിന്നെ നമുക്ക് ഇതിൻ്റെ റങ്കൺ മറക്കൂല. നമ്മൾ ഉള്ളിടത്ത് പോയി കണ്ട് ചൂണ്ടലിടും. എന്തായാലും ഇപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ഇനി കടലിലേക്ക് പോകണം, ഇവിടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങൾ, ഒരുപാട് പ്ലാനിങ്ങളായി. കാരണം ചൂണ്ടൽ കാരണം ഇതൊരു രസമായിട്ട് ഇതിന് മുന്നേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ പിന്നെ അത് നമുക്ക് ചടക്കണമില്ല കേട്ടോ. തിരിച്ചും മറിച്ച് നമ്മൾ കരുതി കൊടുത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കാണ്ട് ഇങ്ങനെ സംഗതിന് പഠിച്ചു. ഇതിന്റെ ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ പിടുത്തത്തുമ്പോൾ ഇതിന്റെ സെറ്റപ്പ് ഇതുമ്മലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി എറിഞ്ഞിങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ പിന്നെ ഇട്ടൊക്കെ എഴുതിയാണ് ഇത് ചടക്കണില്ല കേട്ടോ. നമ്മളിങ്ങനെ എറിഞ്ഞു പഠിച്ചാണ്, നല്ല ലോങ് പോണുണ്ട്. അപ്പോൾ ഇതുമ്പോൾ നല്ല ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറാവും. അങ്ങനെ സ്നേഹിതം വന്നു കേട്ടോ. ഷെഫ് എന്ന് കണ്ടിട്ട് ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. അറിഞ്ഞു ഓൻ്റെ ഏറാണ്. എന്റെ അറിവ് വെച്ച് എന്തൊക്കെ എഴുതിയത് പിന്നെ അത്
അങ്ങനെ ആക്കിപ്പോ ഇത് പിടുത്തം കിട്ടിയട്ടോ. പിടുത്തം കിട്ടിയപ്പോ സംഗതി റങ്കാണല്ലേ അപ്പൊ ആ പൂയർമട്ടിന് മാറ്റാതെ അതിന്റെ മേലവിടെ ഈർമ്പന്മാരെ കെട്ടുടങ്ങി അത് കുടുങ്ങിയാണ്. ഒന്നിട്ട് വെല്ലോണ്ട് വലിച്ചെടുത്താൽ മതി. മറ്റേ ഇനി അത് വീട് തക്കണം. അയ്യോ അതാണ് ഇനി അടുത്ത എറിയലാരം വരുന്നുണ്ട്. അടുത്ത എറിയാ റെഡി ആയിട്ട് വരികയാണ്. ഒക്കെ ചൂണ്ടൽ പിടുത്തക്കാരാണ്. പക്ഷെ ഈ ചൂണ്ടൽ ഞങ്ങൾ ഇതുവരെ എറിഞ്ഞിട്ടില്ല. ഒക്കെ പഴയ പൂയരും കൊക്കന്റെ ആൾക്കാരാണ്. അങ്ങനെ ഫസലും ഏതായാലും കണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കട്ടോ. ഷെഫ് പറയണത് കാണാനായിട്ട് കണ്ട് ഓനൊന്നും ചെല്ലാണ്. കാരണം ഇതൊക്കെ ഞങ്ങൾ പ്ലാനിങ് ചെയ്ത് കണ്ട് രാവിലെ ഇറങ്ങണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതാട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിപ്പോൾ ഓനൊക്കെ ഇങ്ങനെ ഈ ടൈമിൽ തന്നെ പാഞ്ഞെത്തിയത്. കാരണം ഇങ്ങനെ കയറിയാൽ ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓന് സമയം കണ്ടെത്തി കണ്ട് വന്നതാണ്. ഏതായാലും ഷെഫ് പിന്നെ ഇപ്പോൾ ഓന് പറഞ്ഞു കൊടുക്കൽ തുടങ്ങിയിരിക്കണു. പിന്നെ ഇത് അങ്ങനെയാണ് സിമ്പിളാണെന്നൊക്കെ പറഞ്ഞു കാണ്ടേ ഓനും നല്ല റങ്ക് പിടിപ്പിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഞമ്മക്കും ഭയങ്കര ഒരു ചൂണ്ടൽ കമ്പക്കാരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഇത് കാണുന്ന ആൾക്കാരും ചൂണ്ടൽ കമ്പക്കാരാണെങ്കിലാണ് ഇതിൻ്റെയൊക്കെ ഒരു എൻജോയ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ സ്ഥലത്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇതേമാതിരി കാണാൻ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി നമ്മൾക്ക് കടലിലേക്ക് പോകാനാണ് നമ്മളിനി ശ്രമിച്ച് നോക്കണത്. അതൊരു ഒഴിവ് സമയങ്ങളിൽ നമ്മൾ കടലിലേക്ക് പോകണം. അപ്പോൾ കുറേ കമ്പക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പോയി ഇനി അവിടുന്ന് മീൻ പിടിക്കണതൊക്കെ ഉണ്ടാവും. ചാനലത് അങ്ങനത്തെ കാഴ്ചകൾ മലപ്പുറത്തിൻ്റെ പല വേറിട്ട കാഴ്ചകൾ നമ്മളെ ചാനലുണ്ടാവും. ഏതായാലും സെഫൂന് അതിൻ്റെ മറ്റേ ഇത് മനസ്സിലായപ്പോഴേ അതിൻ്റെ ഒരു എൻജോയ് ചെയ്യാനാണ് കേട്ടോ. ഇനി ഫസിലിൻ്റെ ഏറ് വരാനുണ്ട്. ഇനി ഫസിലാണ് ഇപ്പോൾ ഇനി അറിയാനേ. ഫസിലിനൊരു ഇടത്തേ കൈ ആണ് ഓന്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ അയിമുണ്ട്. ഏത് കൈ ഏത് ഭാഗം ഇതൊന്നും നോക്കണ്ട. ഇമ്മ എറിഞ്ഞു പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മീൻ ഉണ്ടെങ്കിൽ അയിമ അടിക്കും. നമ്മൾ അയിമാരി അരിയും കൊടുത്തിട്ടുണ്ടല്ലോ. ഏതായാലും ഞങ്ങൾ രണ്ടാളും അവന് കോച്ചിങ് കൊടുക്കണം. അത് സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനാണ്ടേ. ഏതായാലും പാടി പാഞ്ഞോട്ടെ ഞങ്ങള്. മേത്തേക്ക് കട്ടിയാല് പരിക്കന്നെയാണ്. ആ സാധനം കഴിക്കണ്ടേ? രണ്ട് കൈ വെച്ചോ? അങ്ങനെ മതി. ഒന്നായിട്ട് എറിയത്. മറ്റേ സാധനം കഴിക്കണ്ടായിക്കോട്ടെ. കൈക്കത്ത് വിടണ്ട. അത് ലൂസാവും. ആ വരല് ഓട്ടോമാറ്റിക്കൽ ലൂസാവും. ആഴ്ചന് വെറുതെ വിടും. ഒരു കൈപാട് വെച്ചോ. രണ്ട് അയ്യ ഇടത്തേ കൈ സക്സസ്. ഞാൻ ഇതൊന്നും തട്ടെ പുറത്തേക്ക്. നീ ചിറ്റ നീ ചിറ്റ ഭയങ്കര ഇത് മീനിലോട്ടും പാടേനെ ഉണ്ടല്ലോ. ഒരൊറ്റ മീൻ അടിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ റങ്ക് പോവില്ല. പക്ഷെ എറിഞ്ഞു പഠിച്ചാൽ ഇതിനും വലിയ ഏരിയനില്ല അല്ലേ? പോയിലൊക്കെ പോയാല് നമുക്കിത് ഇങ്ങനെ കുടുങ്ങാതെ ഫസ്റ്റ് എറിഞ്ഞു പഠിച്ചാണ്. പടിഞ്ഞിട്ട് നമുക്ക് ആ നേക്ക് ആ സ്ഥലത്തേക്ക്. ഏതായാലും പിന്നെ അപ്പുറത്തുണ്ട് പിന്നെ കോറികൾ ഇങ്ങനെ പിന്നെ നിരന്ന് നിൽക്കണോണ്ടേ അതിലിങ്ങനെ അവിടെ ഇവിടെ കുറച്ച് സ്ഥലം കൊണ്ട്. അപ്പൊ വന്ന് എറിഞ്ഞു നോക്കി. പിന്നെ ഞമ്മള് കയറിയോടത്ത് ഇങ്ങനെ എത്തല തുടങ്ങിട്ടോ. 8 മണി ഇങ്ങനെ ഓണുള്ളൂ. നേരം വെളുത്തിട്ട് ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നമ്മളെ അയലോക്കത്ത് തന്നെയാണ്. നമ്മളെ ഭാഗത്ത് തന്നെയാണ്. ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ ഓരോ സ്ഥലത്തുള്ള ഓരോ കാഴ്ചകളൊക്കെ. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ മോർണിംഗിൽ വന്നാണ് ഇതൊന്ന് എറിഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മൾ മൈക്ക് കൊണ്ടുവരാനേ പറ്റ മറന്നുകൊണ്ട് നമ്മളെ വോയിസിന് ചെറിയൊരു ഇതുണ്ടാവും. അതാണ് സ്ഥലം. ഇവിടെയാണ് ഇപ്പം നമ്മൾ എറിഞ്ഞു പഠിച്ച് ഉണ്ടോ. ഇവിടെയുണ്ട്. നമുക്ക് പള്ളർച്ച് എറിഞ്ഞു പഠിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംഗതി പഠിക്കും. വല്ല സംഭവം ഒന്നല്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ പഠിക്കാണ്ട്. നല്ല വെള്ളാട്ടാ. ബസ്സിലവിടെ ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ചൂണ്ടല് നമ്മളിവിടെ എറിഞ്ഞു പഠിക്കൊണ്ട് പറഞ്ഞപ്പോ ഇതിന്റെ ആരാധകരൊക്കെ ഇവിടെ എത്തിയട്ടോ. എല്ലാവരും എത്തിയോണം. ഇതോണം മറ്റേ പേര് ഒറ്റടിക്കുന്നു കിട്ടിയിട്ടില്ലെങ്കിലും കൂട്ടിലങ്ങാടി ഇങ്ങോട്ട് എത്തിയോണം. ഈ സാമ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. ഇതിൽ മീനുകൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എറിയാളൊരു നേക്കൊക്കെ കിട്ടി. പക്ഷെ മീൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൽ എറിഞ്ഞു നോക്കണില്ല. ചെറിയ ചെറിയ വിരലുകളൊക്കെ ഉള്ളു. എറിഞ്ഞു പഠിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷെ എറിഞ്ഞു പഠിക്കുന്ന സമയത്ത് അതിൽ മീൻ ഓല് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൽക്കൊന്നും പാടെ റങ്കായിട്ടാണ് ഓല് ഏറ് നിർത്താത്തത്. എല്ലാവർക്കും പടിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും നിർത്തുന്നില്ല. സഫു തളരാതെ മുന്നോട്ട് തന്നെയാണ്. കാരണം എറിഞ്ഞു പഠിക്കാൻ അത്രയും സ്പേസ് ഉള്ള കോറി. ചെറിയ എറിഞ്ഞു പഠിച്ചണമെങ്കിൽ അങ്ങനെ ഫസ്റ്റ് പഠിച്ച കോറി ഇതാട്ടോ. കാരണം ഇത് നമുക്ക് എങ്ങനെയും അറിയാം, കുടുങ്ങൂല. അല്ലോ ഇത്രയും സ്പേസ് ഉണ്ട്. അതായത് ഈ ചൂണ്ടൽ നമുക്ക് വെറുക്കണില്ല. കാരണം മീൻ കിട്ടില്ല എന്നല്ല, നമ്മൾ എറിഞ്ഞു പഠിച്ച് കിട്ടിയാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പഠിഞ്ഞാൽ ഭയങ്കര രസമാണിത്. ഇനി ഏതായാലും സഫുവിന്റെ ഒരു ഏറ് നമുക്ക് ഇവിടുന്ന് കാണാം ഗൈസ്. ഓരോ പൊസിഷൻ മാറ്റി മാറ്റി ഇങ്ങനെ എറിഞ്ഞു വെക്കാൻ ഇറങ്ങുണ്ട്. കാരണം നമ്മൾ കരുതിയെടുത്തേക്കിന് പോകണ സാധനം വിടില്ല അവൻ. നമ്മൾ പിറകിൽ അവനെ പിന്തുടരുക തന്നെയാണ്. നല്ല ഏരിട്ടിയല്ലേ, നല്ല ഏരി പോണ്ടല്ലോ. അപ്പൊ ആ അതെ. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് കടലിലൊക്കെ പോയി എറിയാനുള്ളൊരു ഐഡിയ കിട്ടി. അതായത് ചെറിയ ഏറും വലിയ റൊക്കെ എത്തുമ്പോ നമ്മുടെ ഒരു താളത്തിനനുസരിച്ചല്ലേ. ഇത് ശരിക്കും ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പടിഞ്ഞ് കിട്ടിയപ്പോ ഞങ്ങൾക്ക് ഏത് ഗ്യാപ്പിലിടാനും ഇപ്പൊ പടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്യാപ്പിൽ നോക്കി ഇടുകയാണ്. എങ്ങനെ ഇട്ട് പഠിക്കാൻ പറ്റണോ അങ്ങനെയൊക്കെ ഇട്ട് പഠിക്കാണ്. ഇനി ആ പാറിന്റെ ആ അരുക്ക് പോണെങ്കിൽ ഇജ്ജ് പറഞ്ഞു തരട്ടെ സപ്പോ, എങ്ങനെ എറിഞ്ഞാലും അങ്ങോട്ട് പോകുക. അതാണ് പഠനം. അങ്ങനെ ഞങ്ങള് ഏറൊക്കെ പഠിച്ചു കേട്ടോ. ഇവിടെ കരുത്ത് തെളിയിച്ചു. പാറക്കുലിൽ നിന്ന് ഇനി നമ്മള് എടുക്ക പോവാ. ഇനി നമ്മള് കടലിൽ പോവല്ലേ. ഇനി കടലിൽ പോയിട്ട് അതെ, അത് നമ്മൾ ഇതുമ്പോ ചോദിച്ചറിഞ്ഞ നമ്മള് സാധനം മരത്തോളിയും കൊണ്ട് മറ്റേ കടലിൽ പോയാല്